സോ ഹലോ ഗായ്സ്, അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഗ്രാനി ആയിട്ടാണ്. ബട്ട് ഗ്രാനി ഇന്ന് ഞാൻ എൻ്റെ പി സിയിലാണ് ഗൈസ് കളിക്കാൻ പോണേ. ഗ്രാനി ഞാൻ പി സിയിൽ കളിക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതിനു മുമ്പ് കളിച്ചിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, പ്ലേ എടുത്ത് ഇനി കണ്ടിന്യൂ എടുത്താൽ നമുക്ക് ആദ്യം ഇതൊക്കെ ഡാർക്ക് മോഡൊന്നും വേണ്ട ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ പി സിയിൽ കളിക്കുമ്പോൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. കണ്ടിന്യൂ എടുത്തു. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് നോക്കാം ഗൈസ്. മാക്സിമം ഈ ഒരു കളിയിൽ ഇത് ചുമ്മാ ഒരു ട്യൂട്ടോറിയൽ കളിയാണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും എസ്കേപ്പ് ഒന്നും ആവുന്നില്ല. ചുമ്മാ ഒന്ന് ഇവിടെ ഈ പി സി കളിക്കുമ്പോൾ നല്ല ഗ്രാഫിക്സ് ഉണ്ടോ, ഗ്രാഫിക്സ് കാണും. ഞാൻ എന്താണ് ഈ പറയുന്നത് ഇതിൻ്റെ ഓക്കെ ഗൈസ്. പിന്നെ നമ്മുടെ പി സി കളിക്കുമ്പോൾ ഈ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഞാൻ ചുമ്മാ ഒന്ന് കളിക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വേറെ ഗെയിംസ് ഒക്കെ കളിക്കും. ഞാൻ ഇത് പി സി കളിക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് കളിച്ചതാണ് കേട്ടോ ഗൈസ്. പിന്നെ പി സി കളിക്കുമ്പോൾ പി സി കളിക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ട്, പക്ഷെ അത് 3-4 ആഴ്ച മുമ്പാണ്. ഞാൻ മറന്നുപോയി. അല്ലാതെ ഗൈസ് ഇത് സത്യം പറഞ്ഞാൽ ഗ്രാനി ഈ ഒരു പി സിക്കകത്ത് കളിക്കുമ്പോൾ ഗ്രാനി ബേസ്മെന്റിലാണ് സ്പോൺ ആവുന്നത്. അപ്പോൾ ബേസ്മെന്റിൽ വരെ നമുക്കൊന്ന് പോയി നോക്കാം. എടാ ഇവിടെ ബെല്ലുണ്ട്, നമുക്ക് അപ്പുറം ഒഴുകാം. ഈ വഴി പോവാം. ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പുറം ബെല്ലുണ്ട്. അയ്യോ സൗണ്ട് ഇട്ട് ഓടിക്കോ സൗണ്ട് ഇട്ട്. എങ്ങോട്ട് പോ. ഓക്കെ, നമുക്ക് ഇതവിടെ ഡ്രോപ്പ് ചെയ്തിടാം. ഓക്കെ, ഗ്രാനൈഡ് സൗണ്ട് കേൾക്കാം. നമുക്ക് സൈഡിലേക്ക്. ഓക്കെ, ഇപ്പൊ വരും കേട്ടോ. വാ ഗ്രാനി. ഗ്രാനി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ബേസ്മെന്റിലെ ഫോൺ വന്നെന്ന്. ഏടാ അത് ഞാൻ ശരിക്കും പേടിച്ചിട്ടോ. ഗ്രാനിക്ക് ഇങ്ങനെയൊക്കെ ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നു. ഫേസ് ക്യാം വെക്കാത്ത ഭാഗ്യം. ഫേസ് ക്യാം വെച്ച നാണക്കേടായാന്. ശരിക്കും ഞാനത് പേടിച്ചു. ഞാൻ പവർ കീബോർഡിൽ നിന്ന് പറയാൻ കൈ തെറിച്ചു പോയി. എൻ്റെ ശരിക്കും ഞാൻ പേടിച്ചു പോയി. കീബോർഡിൽ നിന്ന് എൻ്റെ കൈ തെറിച്ചു പോയി. അത് കണ്ടപ്പോഴത്തേന് അത് കൊണ്ട് നടക്കാൻ പറ്റാതെ. ഇത് മറ്റേ ഗ്രാനി റീമേക്ക് പോലെയാണോ ഇനി? അത് ഡേ 4 ആവുമ്പോഴത്. ഇതിപ്പോ ഡേ 2 അല്ലേ ആയിട്ടുള്ളൂ. അവിടെ ഇത് ഇങ്ങനെയാണോ ഇത്? ആടെ ഇവിടെ പ്ലേസ് ഉണ്ടല്ലോ, ഇവിടെ സ്ഥലം ഉണ്ടല്ലോ. ബുക്ക് ആവശ്യമുണ്ട്. ബട്ട് അതിന് മുമ്പ് നമുക്ക് ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ എന്തായാലും കാണാതിരിക്കത്തില്ല. ഇവിടെ അറ്റ്ലീസ്റ്റ് ആ ടെഡി ബിയർ കാണും. ഓക്കെ, ബ്രോ കാർ ബാറ്ററി കിട്ടില്ലോ. കാർ ബാറ്ററി നമുക്ക് ആവശ്യം മതി. പറഞ്ഞാൽ ഇത് ക്രൗച്ച് ചെയ്ത് പോകേണ്ട കാര്യമൊന്നുമില്ല, നേരെ പോകുന്നുള്ളൂ. പക്ഷെ കുറച്ച് നമ്മുടെ തലയുടെ ഹൈറ്റ് കുറവാണല്ലോ. അത് ഇറങ്ങാനും പറ്റുന്നില്ലല്ലോ. ഇതൊന്നും തട്ടി ഇടരുത്. അപ്പൊ തന്നെ എന്തിന്റെ ഒരു സൗണ്ട് കേട്ടാ ഗ്രാനി വരും. അതാ പ്രശ്നം. ഗ്രാനിയുടെ കുറച്ച് ഓക്കെ. ഇനി ഗ്രാനി ഇങ്ങോട്ട് വരാം. ഇത് എടുക്കാൻ പറ്റുമോ? ബ്രോ ഗ്രാനി ഒന്ന് പിടിക്കുന്നേ. അയ്യട ഞാൻ ഇവിടെ അയ്യോ, ഞാൻ പുറകോട്ട് പോകണത് ഞാൻ മുമ്പോട്ട് പോയി അറിയാതെ. ബ്രോ ഡേ 3 നമുക്ക് അത്യാവശ്യമുള്ള ഒരു സാധനം പോലും കിട്ടിയിട്ടില്ല. അയ്യോ, ആദ്യം ഗ്രാനി നമ്മളെ അടുക്കള വെച്ച് ഇതാക്കിയതായിരുന്നു ഏറ്റവും പവർഫുള്ള്. അയ്യോ, ഗ്രാനി ഇത്ര ഈസി മോഡായിട്ട് എന്നെ സ്പീഡോ ഗ്രാനിക്ക്. നമുക്ക് മേളിൽ വരെ ഒന്ന് പോയി കയറി നോക്കാം. മേളിലൊക്കെ കയറി പോയി നോക്കാം. നമുക്ക് എവിടെ എന്തെങ്കിലും കാണാനുണ്ട്. ക്രൗച്ച്. അയ്യോ,
ഇപ്പൊ വരും കുറച്ചൊന്നും തരല. ഇത് ഗ്രാനി ഇവിടെ കേട്ടോ, നമുക്ക് അവിടെ പുറകോട്ട് പോവാം. ശരിക്കും ഇതൊക്കെ ഇവിടെ ഞാൻ സത്യം പറഞ്ഞ ഈ ഗ്രാനിലും മൊത്തത്തിൽ അങ്ങനെ ഓർക്കുന്നില്ല. ഗ്രാനി ഇതെന്താ ഫോറോ? അയ്യോടാ ഷേടാ, അവിടെ മറ്റേ കൊരുക്കുണ്ടായിരുന്നല്ലേ. ഗ്രാനിക്ക് ഇതൊക്കെ നേരെ ആക്കി കൂടെ. ഇത്ര സെറ്റപ്പ് ആയിട്ടുള്ള വീടല്ലേ എന്നാ ഈ ഗ്രാനി കാണിക്കുന്നേ. ഇവിടെ കയറിയിരിക്കാം പ്രശ്നം. ഇനി ഗ്രാനി വരുന്ന എനിക്കൊന്ന് കാണണം. ചിപ്പി ചിപ്പി ചപ്പ ചപ്പ. ചാടാൻ പറ്റൂലല്ലേ. ഗ്രാനിയുടെ ഫുൾ സ്റ്റെപ്പ് എനിക്ക് കേൾക്കാണ്ടതേ. ഇവിടെ വന്ന് നമുക്ക് ഇവിടെ അതെ ഇവിടെ ഉണ്ട് ഗ്രാനി. ഗ്രാനി പതുക്കെ പോയി താഴ്ക്കുവാണ്. എങ്ങോട്ടാണ് ഗ്രാനി പോന്നേ? അവിടെയൊക്കെ ട്രാപ്പ് വാരി ഇട്ടേക്കാണ്. നമുക്ക് നൈസിനെ ഇറങ്ങി പോവാം. എടാ ട്രാപ്പിൽ പെട്ടില്ല നമ്മള്. അയ്യോ പെട്ട്. ഇതെന്താ? അയ്യോ വന്ന് പിടിച്ച്. ഡേ 5 ലാസ്റ്റ് ഡേ. കുഴപ്പമില്ല. നൈസിന് പോവാം. അയ്യോ ഒരു ബാഗ് താഴെ പോയതാണ്. നമ്മൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്യുന്നില്ല ഇവിടെ നിന്ന്. നമുക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണ്ടേ? ഇവിടെ ഇത് ലോക്കടാ. എൻജിൻ പാർട്ടാ. ഇവിടെ ആ ഡോറ് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് ഗ്രാനി. എടാ അതെന്താ? ഗ്രാനി ആ ഡോർ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഗ്രാനി ഡോർ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നേ. അതെ ഗ്രാനി. എടാ ഇതറിയാൻ പറ്റിട്ട് ഇങ്ങോട്ട് പോവാ. ഞാൻ മണ്ടത്തിനോടാ കാണിക്കുന്നേ. ഞാൻ അറിയാതെ തട്ടി ഇട്ടത്. ഇപ്പൊ ഗ്രാനി വരും. നമ്മള് സേഫാ. ഇത് എങ്ങനെയാണ് ഗ്രാനി എന്നെ പിടിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞ. ഞാൻ എനിക്ക് അറിയാത്തോണ്ടാണോ അതോ ഗ്രാനി എന്നെ വല്ല ട്രിക്ക് ഉപയോഗിക്കുന്നോണ്ടാണോ? ബീജം പോലും കേൾക്കാനില്ല ഗ്രാനി വന്നതിനാ. അതെ വീണ്ടും താഴ്പോയി. ഗ്രാനി എന്നെ മറ്റേ ഗില്ലറ്റി കൊണ്ടിരുത്തിയപ്പോഴത്തേക്കും എന്റെ ബാഗ് വരെ താഴെ പോയി പിടിച്ചിട്ട്. ഗൈസ് പിന്നെ കുറച്ച് മുമ്പ് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേട്ടോ. അത് വലിയ കാര്യമാക്കണ്ട ഗൈസ്. പിന്നെ ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാനിയുടെ മുഖം കാണാൻ സത്യം പറഞ്ഞ ഗ്രാനിനെ പോലെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഗ്രാനിനെ നമ്മൾ ഗ്രാനി ചെയ്യാൻ ശരിക്കും അങ്ങ് ഓർക്കുന്നില്ല. എനിക്ക് മൊത്തത്തിൽ പിടി കിട്ടുന്നില്ല. ഞാൻ ഗ്രാനിയുടെ ഇത് മൊത്തം മറന്നുപോയി. ഇത് ചുമ്മാ ഒരു ട്രയൽ വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും ബൈ.